ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തിൻ്റെ ദിവസങ്ങളിലേക്ക് നടന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജനന ദിവസം നമ്മൾ അമ്മ മാതാവിന് കൊടുക്കാനായിട്ട് സമ്മാനമായി കൊടുക്കാൻ നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപങ്ങൾ, പരിശുദ്ധമായ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇത് മാതാവിന് കൊടുക്കുന്നത് മാതാവിന് സമ്മാനമായിട്ട് ഉപയോഗിക്കാനല്ല. പരിശുദ്ധ അമ്മ പറഞ്ഞത് എപ്പോഴും ഓരോ പ്രത്യക്ഷീകരണത്തിലും പറയുന്നത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കുക എന്നൊക്കെയാണ്. അത് അമ്മയ്ക്ക് സമ്മാനമായി വാങ്ങി വയ്ക്കാനല്ല, ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ്, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ്. അമ്മ നമ്മളോട് എപ്പോഴും ജപമാല ചൊല്ല്, പ്രാർത്ഥിക്കുക, പ്രായശ്ചിത്തം ചെയ്യേ, അതുപോലെ വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കുക. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇടയ്ക്കിടെ പോയി പ്രാർത്ഥിക്കുക. ഇതൊക്കെ അമ്മ പറയുന്നത് അമ്മയ്ക്ക് സമ്മാനമായി വാങ്ങി വയ്ക്കാനല്ല, ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയാണ്, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ്, ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതിരിക്കാനാണ്. അമ്മ ഫാത്തിമയിൽ അതുപോലെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും അമ്മ പറഞ്ഞത് ഇത് തന്നെയാണ്. ഇന്ന് നമുക്കറിയാം, മെയ് മാസം മുതൽ ഒക്ടോബർ വരെയാണ് ഫാത്തിമയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. 13-ാം തീയതി ആണ്. ഓരോ 13-ാം തീയതിയും അമ്മ പ്രത്യക്ഷപ്പെട്ട് ആ 3 കുട്ടികളോട് പറഞ്ഞത് ഇത് തന്നെയാണ്. ഇന്ന് അമ്മ ഫാത്തിമയിൽ 6ാമത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു അത്ഭുത പ്രതിഭാസം ഒന്ന് ഓർത്തെടുക്കുകയാണ്. അമ്മ മാതാവ് അവിടെ പ്രത്യക്ഷീകരണം തുടങ്ങിയപ്പോൾ ആദ്യം 50 പേരാണ് 2ാമത്തെ പ്രത്യക്ഷീകരണത്തിലുണ്ടായത്. അത് 6ാമത്തെ പ്രത്യക്ഷീകരണമായപ്പോഴേക്കും 70,000 ഉയർന്നു. അതുപോലെ അമ്മ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരു ചെറിയ അടയാളവും വരുന്നവർക്ക് കാണും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു സംശയം ഉണ്ടായിരുന്നില്ല. 6ാമത്തെ പ്രത്യക്ഷീകരണത്തിൽ 70,000-ത്തിലധികം ജനങ്ങൾ യാത്രാ സൗകര്യം ഇല്ലാതിരുന്ന നാട്ടിലേക്ക് ഫാത്തിമ കോബാദ ഇരിയായിൽ തടിച്ചുകൂടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഉണ്ടായ ഒരു അത്ഭുത ദൃശ്യമാണ്, പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടലാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. അമ്മ പ്രത്യക്ഷപ്പെടുന്നതിനേക്കാളും മുൻപ് അന്തരീക്ഷത്തിൽ എപ്പോഴും മാറ്റങ്ങൾ സംഭവിക്കും. അമ്മ വരുന്നതിനേക്കാൾ മുൻപ് അന്തരീക്ഷം ആകെ മാറി. കാരണം 6ാമത്തെ പ്രത്യക്ഷീകരണത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു വലിയ അത്ഭുതകരമായ അടയാളമായിരുന്നു. മനുഷ്യർക്കൊന്നും സംശയം വരാത്ത രീതിയിൽ, വിശ്വസിക്കാതെ തരമില്ല, അത്രമാത്രം മനുഷ്യരുടെ നേർക്കണ്ണുകൊണ്ട് കാണാവുന്ന ഒരു അത്ഭുതം സംഭവിക്കാൻ പോവാണ്. ആ സമയത്ത് അന്തരീക്ഷത്തിൽ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. അമ്മ വന്നു, കുട്ടികൾ അമ്മയെ കണ്ടു. അമ്മ പറഞ്ഞു, ഞാൻ ജപമാല റാണിയാണ്. ഇവിടെയും അമ്മ പറയുന്നത് ഞാൻ റാണിയാണ്, എല്ലാത്തിൻ്റെയും റാണിയാണ് അമ്മ, സഹനത്തിൻ്റെയും റാണിയാണ് അമ്മ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ യുദ്ധം ഇപ്പോൾ അവസാനിക്കും, താമസിയാതെ പട്ടാളക്കാരൊക്കെ ഭവനങ്ങളിലേക്ക് മടങ്ങും എന്ന്. അപ്പോൾ ലൂസി അമ്മയോട് ആവശ്യപ്പെട്ടു, കുറച്ച് രോഗസൗഖ്യങ്ങൾ ഇവിടെ നടക്കണം എന്ന്. അമ്മ എന്താണ് പറഞ്ഞതെന്നോ, ജീവിതം ഭേദപ്പെടുത്തി അവരുടെ പാപങ്ങൾക്ക് മാപ്പ് ചോദിച്ചാൽ സൗഖ്യം പ്രാപിക്കും. അപ്പോൾ ഇവിടെ മാതാവ് ഊന്നി പറയുന്നത് പാപങ്ങൾക്ക് മാപ്പ് ചോദിക്കണം എന്നതാണ്.
ഈ രണ്ടാമത്തെ വരവിന് വേണ്ടി മനുഷ്യരെ ഒരുക്കുവാൻ അമ്മ പറയുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം, നിങ്ങൾ ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കി. പാപം ചെയ്തു എന്നൊരു ബോധ്യം വരട്ടെ. എളിമപ്പെട്, ഞങ്ങൾ പാപികളാണ് എന്ന് എളിമപ്പെട്ട് മാപ്പ് ചോദിക്കി. ഇത് തന്നെയാണ് കുറേ ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നല്ലോ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും യാദൃശ്ചികമായിട്ട് എനിക്ക് കിട്ടിയ ഒരു പ്രാർത്ഥന, പരിഹാര പ്രാർത്ഥന. അമ്മ പറഞ്ഞു, മാപ്പ് അപേക്ഷിച്ചാൽ സൗഖ്യം പ്രാപിക്കും. എന്നിട്ട് അമ്മ കൈകൾ തുറന്ന് കൈകളിൽ നിന്നും പ്രകാശകിരണങ്ങൾ സൂര്യൻ്റെ നേർക്ക് അയച്ചു. ഉടനെ അമ്മ അപ്രത്യക്ഷമായി. അമ്മ പോയി, ആകാശത്തു നിന്ന് അമ്മ പോയി. പക്ഷേ അമ്മയുടെ കൈകളിൽ നിന്നും പുറപ്പെട്ട പ്രകാശകിരണങ്ങൾ സൂര്യൻ്റെ നേർക്ക് ചെന്നപ്പോൾ സൂര്യൻ ഒരു പ്രത്യേക രീതിയിലായി. അപ്പോൾ കുട്ടികൾ വിളിച്ചു പറഞ്ഞു, സൂര്യനെ നോക്കൂ, സൂര്യനെ നോക്കൂ എന്ന്. ആ സമയത്ത് 3 ദൃശ്യങ്ങൾ ആകാശത്ത് കണ്ടു. 3 ദർശനങ്ങൾ കിട്ടി. അത് 5ാമത്തെ ദർശനത്തിൽ മാതാവ് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, 6ാമത്തെ പ്രാവശ്യം ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേക ദർശനങ്ങൾ കിട്ടുമെന്ന്. ഫ്രാൻസിസ്കോയും ജസീന്തയും ആദ്യത്തെ മാത്രം കണ്ടു. സന്തോഷം, ദുഃഖം, മഹിമ എന്നീ ജപമാല രഹസ്യങ്ങളാണ് അവർ ദൃശ്യരൂപത്തിൽ ആകാശത്ത് കണ്ടത്. എത്ര വലിയ അത്ഭുതമാണ് അമ്മ ഈ ലോകത്തിന് നൽകിയത്. ജപമാല രഹസ്യങ്ങളാണ് ദൃശ്യമായിട്ട് ആകാശത്ത് കാണിച്ചു കൊടുത്തത്. പിന്നെ കണ്ടത് നീല മേലങ്കിയുള്ള വെള്ള വസ്ത്രം ധരിച്ച മാതാവും വെള്ള വസ്ത്രം ധരിച്ച ഔസേപ്പിതാവും ഇളം ചുമപ്പ് വസ്ത്രം ധരിച്ച ഉണ്ണീശോയും 3 പ്രാവശ്യം വീതം കുരിശടയാളം വരച്ചുകൊണ്ട് ഉണ്ണീശോയും ഔസേപ്പിതാവും ജനക്കൂട്ടത്തെ ആശീർവദിച്ചു. ഫാത്തിമയിലെ അമ്മയെ കൂടാതെ പ്രത്യക്ഷപ്പെട്ട ഒരാളാണ്, മാലാഖയെയും കൂടാതെ പ്രത്യക്ഷപ്പെട്ട ഒരു വിശുദ്ധനാണ് നമ്മുടെ ഔസേപ്പിതാവ്. പിന്നെ കണ്ടത് നെഞ്ചിൽ വാളുകളില്ലാത്ത വ്യാകുലമാതാവും കാൽവരി യാത്രയിൽ പീഡകൾ സഹിക്കുന്ന ഈശോ മിശിഹായും. എന്നിട്ട് ഈശോ കുരിശടയാളം വരച്ച് അവരെ അനുഗ്രഹിച്ചു. ഇതെല്ലാം ജപമാല രഹസ്യങ്ങളാണ്. 3ാമത് ഉണ്ണീശോയെ മാറിൽ ചേർത്ത് നിൽക്കുന്ന ആകാശത്തിൻ്റെയും ഭൂമിയുടെയും റാണിയായ കർമ്മല മാതാവ്. വീണ്ടും വന്നു റാണിയായ മാതാവ്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും റാണിയായ കർമ്മല മാതാവ് ഉണ്ണിയെ മാറോട് ചേർത്ത് പിടിച്ചു വന്നു. ഈ ദൃശ്യങ്ങൾ ഇങ്ങനെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടം മുഴുവൻ, ഏകദേശം 1 ലക്ഷത്തോളം വരുന്ന ജനക്കൂട്ടം മുഴുവൻ ആകാശത്തൊരു അത്ഭുത പ്രതിഭാസം കണ്ടു. സൂര്യൻ നൃത്തം ചെയ്യുന്നു. നമ്മൾ കാണുന്ന സൂര്യൻ അവിടെ എങ്ങനെ നിൽക്കല്ലേ ഉള്ളൂ. ഇത് സൂര്യൻ നൃത്തം ചെയ്യാൻ തുടങ്ങി. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, നമ്മൾ ഒരു ദിവസം ആകാശത്തേക്ക് നോക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നൃത്തം ചെയ്യുന്നത് കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? അന്നത്തെ പ്രത്യേകത, അവിടെ 4 ദിവസമായി തുടർച്ചയായി മഴയാണ് കേട്ടോ. ആ സമയത്തും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മേഘങ്ങളാൽ സൂര്യൻ മറയ്ക്കപ്പെട്ടിരുന്നു. ഈ പ്രത്യക്ഷീകരണം കഴിഞ്ഞ് അമ്മ പോയ ഉടനെ തന്നെ സൂര്യൻ, ആകാശം പ്രകാശിച്ച് സൂര്യനെ കാണാൻ പറ്റി തുടങ്ങി. അങ്ങനെ ആ പ്രകാശത്തിന് സൂര്യനെ നോക്കാൻ ഒരു പ്രയാസം ഉണ്ടായില്ല എന്നതാണ് അത്ഭുതം. പിന്നെ സൂര്യൻ്റെ വലിപ്പം ഇങ്ങനെ കൂടി വന്നു. അത് ആകാശത്ത് നൃത്തം ചെയ്യാൻ തുടങ്ങി. പലതരത്തിലുള്ള വർണ്ണങ്ങൾ കാഴ്ചക്കാരുടെ മേൽ വാരി വിതറി. ഈ പ്രകടനങ്ങൾക്ക് ശേഷം അല്പം കഴിഞ്ഞ് സൂര്യൻ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി.
സൂര്യനിങ്ങനെ താഴത്ത് വരും, പിന്നെ ആകാശത്തേക്ക് പോകും. വർണ്ണങ്ങൾ വിതറും, പിന്നെ മുകളിലേക്ക് പോകും. ഇതാണ് സൂര്യനൃത്തം. എന്നിട്ട് വീണ്ടും സൂര്യൻ ആകാശത്ത് ചെന്ന് നിന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി. 2 പ്രാവശ്യം കൂടി അങ്ങനെ നൃത്തം ചെയ്തു. 3-മത്തെ പ്രാവശ്യം സൂര്യൻ വിറച്ചുകൊണ്ട് അതിവേഗം ജനങ്ങളുടെ നേരെ പാഞ്ഞെടുത്ത് അവരുടെ മേൽ വീഴുകയാണ് എന്നാണ് തോന്നിയത്. സൂര്യൻ്റെ വരവ് കണ്ട് ജനങ്ങൾ ആർത്ത് കരഞ്ഞു, നിലവിളിച്ചു പോയി. കാരണം സൂര്യൻ ദാ നമ്മുടെ മേത്തേക്ക് വരികയാണ്. അപ്പം തന്നെ സൂര്യൻ യഥാർത്ഥ സ്ഥാനത്തേക്ക് തിരിച്ചുപോയി. എല്ലാം സാധാരണ പോലെയായി. ഇതൊക്കെ തീർന്നപ്പോൾ മഴ പെയ്തതിൻ്റെ യാതൊരു ലക്ഷണവും അവശേഷിച്ചില്ല. നിലമൊക്കെ ഉണങ്ങിയിരുന്നു, ജനങ്ങളുടെ വസ്ത്രങ്ങളും ഉണങ്ങിയിരുന്നു. ഇത് 1,00,000 പേര് കണ്ട കാഴ്ചയാണ്. അതുകൊണ്ട് ഇതിന് തോന്നലാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഫാത്തിമ ദർശനം വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്നത്. ഈ ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം വചനാടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് അമ്മ പറഞ്ഞത്. അമ്മ പറഞ്ഞു, ഈ ദർശനങ്ങൾ കിട്ടിയത് പാവപ്പെട്ട കുട്ടികൾക്കാണ്. ലൂക്കാസ് സുവിശേഷം 10:21 പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നു. അതുപോലെ ഈ ഫാത്തിമയിലെ ദർശനങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കിയാൽ കാണാം. അവിടെ പ്രത്യക്ഷപ്പെടുന്നതിനേക്കാൾ മുൻപ് കുട്ടികളെ ഒരുക്കാൻ മാലാഖ വന്നിരുന്നു. അതുപോലെ ഓരോ മാസത്തിലെയും 13-ാം തീയതിയിൽ ഒക്ടോബർ വരെ വരണം എന്ന് പറഞ്ഞിരുന്നു മുൻകൂട്ടി. കുട്ടികൾ നൽകിയ വിവരണങ്ങൾ എല്ലാവരും സ്വീകരിച്ച് അവിടേക്ക് ഓടി വന്നിരുന്നു. അത് മാതാവ് അവിടെ വന്നപ്പോൾ മറ്റുള്ളവർക്ക് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവിടെ അമ്മ വന്നിട്ടുണ്ട്, തിരിച്ചു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാവുന്ന കുറച്ച് ലക്ഷണങ്ങൾ വന്നവർക്ക് കാണാമായിരുന്നു. അതുപോലെ നരകമുണ്ടെന്ന് നമ്മൾ ലോകം അറിഞ്ഞത് കുട്ടികളിലൂടെയാണ്. OND ഈശോയെ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചതും അവരിലൂടെയാണ്. അതുകൊണ്ടാണല്ലോ ജപമാലയുടെ അവസാനത്തിൽ ഇത് ചെല്ലണമെന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് നമ്മളിത് ചെല്ലുന്നത്. അതുപോലെ അവിടെ ഉണ്ടായ സത്യമായൊരു സംഭവം അമ്മ മുൻകൂട്ടി പറഞ്ഞതുപോലെ 1-ാം ലോകമഹായുദ്ധം അവസാനിച്ചു. അമ്മ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരുന്നത് കൊണ്ട് 2-ാം ലോകമഹായുദ്ധം ഉണ്ടായി. അങ്ങനെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ സത്യമായി വന്നു. പിന്നെ റഷ്യയെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം മാതാവിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസീന്തയെയും ഫ്രാൻസിസ്കോയെയും ഞാൻ നേരത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ജസീന്ത 19-ലും ഫ്രാൻസിസ്കോ 19-ലും ജസീന്ത 20-ലും മരിച്ചു, 1920-ൽ. അതുപോലെ വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിക്കാൻ ഇവരുടെ കല്ലറകൾ 15 കൊല്ലത്തിന് ശേഷം തുറന്നപ്പോൾ ജസീന്തയുടെ ശരീരം ജീർണിച്ചിട്ടില്ല. ഫ്രാൻസിസ്കോയുടെ ശരീരം ജീർണിച്ചു പോയിരുന്നു. ഈ ഇൻഫ്ലുവൻസ പിടിപെട്ടാണ് ജസീന്ത മരിച്ചത്. അതുകൊണ്ട് പെട്ടെന്ന് ജീർണിക്കാൻ വേണ്ടി ചുണ്ണാമ്പ് കല്ലിൽ ആ ശരീരം ആവരണം ചെയ്തിരുന്നു, പെട്ടെന്ന് ജീർണിച്ച് പോകാൻ വേണ്ടി. പക്ഷേ 15 വർഷങ്ങൾക്ക് ശേഷം തുറന്നു നോക്കിയപ്പോൾ ജസീന്തയുടെ ശരീരം ജീർണിച്ചിട്ടില്ല. പിന്നീട് 1951 വീണ്ടും ഇത് തുറന്നപ്പോൾ ശരീരം ജീർണിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അടയാളത്തിന് വേണ്ടിയാണ് ഇത്രയും നാൾ ജീർണിക്കാതെ ഇരുന്നത്. അതുപോലെ ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിൽ കുറേ മാനസാന്തരങ്ങൾ വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള മാനസാന്തരങ്ങൾ ആ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ ഉണ്ടായത്? മാതാവ് ഈ പ്രത്യക്ഷീകരണത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിക്കും പ്രാവർത്തികമാക്കിയില്ല.
അങ്ങനെയുള്ള അവസരത്തിലാണ് പോളാറാമൻ മാർപ്പാപ്പ 1972 ജൂൺ 29 ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞത്, സാത്താൻ്റെ പുകപടലം ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ഏതോ ഒരു വിള്ളൽ വഴി കടന്നു വന്നിരിക്കുന്നു. ഈ അവസാന കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് സാത്താൻ്റെ പുകപടലം ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ഏതോ ഒരു വിള്ളലിൽ കൂടെ വന്നു കഴിഞ്ഞു. ലോകത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം സഹോദരങ്ങളെ. ദൈവത്തിൻ്റെ ആലയമാണ് നിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞു വെച്ച കർത്താവ് നമ്മുടെ ഹൃദയമാകുന്ന ആലയത്തിലേക്ക്, മനുഷ്യനിലേക്ക് ഏതോ ഒരു വിള്ളലിൽ കൂടെ സാത്താൻ പ്രവേശിച്ച് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് തന്നെ അമ്മ ജസീന്തയോട് പറഞ്ഞത്, ജഡിക പാപങ്ങൾ, പരിഷ്കാരമോടിയിലുള്ള വസ്ത്രധാരണം, ദൈവത്തിൽ നിന്നല്ലാത്തവയും ദൈവം ആഗ്രഹിക്കാത്തവയുമായ വിവാഹബന്ധങ്ങൾ, ഇതാണ് ഈ അന്ത്യകാലഘട്ടത്തിൽ ഏറ്റവും ശിക്ഷയ്ക്ക് അർഹമാകാവുന്ന പാപങ്ങൾ. പരിഷ്കാരമോടിയിലുള്ള വസ്ത്രധാരണം ലോകം മുഴുവനെയും പാപത്തിലേക്ക് നയിക്കുന്നത് കൊണ്ട് ലോകത്തെ ശിക്ഷിക്കാൻ വേറെ കാരണങ്ങളൊന്നും ഇനി തേടി പോകണ്ട. മാതാവിത് ജസീന്തയോട് പറഞ്ഞത് 100 വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. അന്ന് ശരീരത്തിൻ്റെ ഒരു ഭാഗവും പുറത്ത് കാണിക്കുന്ന വസ്ത്രധാരണം ഇല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ആ ചെറിയ കുട്ടിയോട് പറഞ്ഞത്, ലോകത്തിൻ്റെ അവസാന കാലത്ത് പരിഷ്കാരമോടിയുള്ള വസ്ത്രധാരണം അതുമൂലം തന്നെയാണ് ജഡിക പാപങ്ങൾ വർദ്ധിക്കുന്നത്. അതുപോലെ ദൈവത്തിൽ നിന്നല്ലാത്തതും ദൈവം ആഗ്രഹിക്കാത്തതുമായ വിവാഹം. മനുഷ്യന് വിശുദ്ധിയില്ലാതെ ആയിരിക്കുന്നു എന്നാണ് കുറിച്ച് വച്ചിരിക്കുന്നത്. ആ സമയത്ത് ഈ ജസീന്തയ്ക്ക് വിശുദ്ധി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ അത്രയ്ക്കും കൊച്ചുകുട്ടിയായിരുന്നു. ഈ പാപങ്ങളൊക്കെ ഒന്നറിഞ്ഞുകൂടാത്തൊരു കുട്ടിയിലൂടെയാണ് കേട്ടോ ലോകത്തിന് സന്ദേശം കൊടുക്കുന്നത്. മദർ ഗോദീഞ്ഞോ ഇതൊക്കെ കുറിച്ച് വെച്ചിട്ടുണ്ട്. വിശുദ്ധി എന്താണെന്ന് നിനക്കറിയോ എന്ന് മദർ ചോദിച്ചു. അപ്പോൾ ജസീന്ത അന്നേ പറഞ്ഞു അത്രേ, ശരീരവിശുദ്ധി കാക്കുക എന്നാൽ ചാരിത്രം കാക്കുക എന്നാണ്. ആത്മീയ വിശുദ്ധി എന്നാൽ പാപം ചെയ്യാതിരിക്കുക, കാണാൻ പാടില്ലാത്തത് കാണാതിരിക്കുക, മോഷ്ടിക്കാതിരിക്കുക, ഒരിക്കലും നുണ പറയാതിരിക്കുക, എത്ര പ്രയാസമുണ്ടെങ്കിലും സത്യം മാത്രം പറയുക. അപ്പോൾ മദർ ചോദിച്ചു, നിന്നെ ആരാ ഇതൊക്കെ പഠിപ്പിച്ച് എന്ന് പറഞ്ഞപ്പോൾ ജസീന്ത പറഞ്ഞു, നമ്മുടെ നാഥയാണെന്ന്. ജസീന്തയെക്കുറിച്ചും അമ്മ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ആശുപത്രികളിലേക്ക് ജസീന്തയെ കൊണ്ടുപോകുമെന്നും 2ാമത്തെ ആശുപത്രിയിൽ വെച്ച് മരിക്കുമെന്നും, മരിക്കുമ്പോൾ ജസീന്തയുടെ അമ്മ കൂടെ ഉണ്ടാകില്ല എന്നും ഒക്കെ മാതാവ് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ജസീന്ത പരിശുദ്ധ അമ്മയെ ഏറെ സ്നേഹിച്ചിരുന്നു എന്നാണ് പറയുന്നത്. മാതാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് ദുഃഖമുണ്ടായെങ്കിലും അവളത് സന്തോഷത്തോടെ സ്വീകരിച്ചു. കാരണം 2 ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുന്നത് സൗഖ്യം ലഭിക്കാൻ വേണ്ടിയല്ല, കൂടുതൽ സഹിക്കാൻ വേണ്ടി അവസരം ഒരുക്കുന്നതിനാണെന്ന്. കേൾക്കണം മാതാവ് പറഞ്ഞ കാര്യങ്ങളെ. 2-3 ആശുപത്രിയിലേക്ക് പോകുമ്പോൾ സൗഖ്യം കിട്ടാൻ വേണ്ടിയല്ല നിന്നെ ഇങ്ങനെ ഇട്ട് ഓടിപ്പിക്കുക, അത് നിൻ്റെ സഹനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണെന്ന്. സ്വർഗത്തിന് എപ്പോഴും കുട്ടികളുടെ കയ്യിൽ നിന്നായാലും സഹനമാണ് വേണ്ടത്. ആ സഹനം എടുത്തിട്ട് വേണം ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരം, ഇന്ന ആളുകൾ ഇത്ര സഹനം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പിതാവിൻ്റെ അടുത്ത് പറഞ്ഞ് ലോകത്തിനെ നശിപ്പിക്കല്ലേ എന്ന് പറയാൻ. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ സഹിക്കുന്ന ആത്മാക്കൾ അവരല്ലേ ലോകത്തെ പിടിച്ചു നിർത്തുന്നത്. ഏത് തരത്തിലുള്ള സഹനമാണെങ്കിലും സഹിക്കുന്ന ആത്മാക്കളാണ് ഈ ബെഡിൽ തളർന്നു കിടക്കുന്നവരും അതുപോലെ ജീവിതത്തിൽ വലിയ വലിയ സഹനങ്ങൾ ഏറ്റെടുക്കുന്നവരുമാണ്
ലോകത്തെ താങ്ങി നിർത്തുന്നവർ. മരിക്കുന്നതിന് മുമ്പ് തലേന്ന് കുമ്പസാരിപ്പിക്കാനും വിശുദ്ധ കുർബാന നൽകാനും രോഗീലേപനം നൽകാനൊക്കെ ജസീന്ത ആവശ്യപ്പെട്ടു എന്ന്. ജസീന്ത അത്രത്തോളം ഗുരുതരാവസ്ഥയിലൊന്നുമല്ല എന്ന് പുരോഹിതൻ പറഞ്ഞു. പുരോഹിതന് മനസ്സിലായില്ല. മാതാവ് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകുന്നു, 2-ാം ദിവസം മരിക്കും എന്ന്. അങ്ങനെ അടുത്ത ദിവസം ജസീന്ത മരിച്ചു. അന്ന് ലിസ്ബണിൽ മരിക്കുമ്പോൾ പള്ളിമണികളൊന്നും അടിക്കാൻ അനുവാദം ഉണ്ടായിരുന്ന കാലമല്ല. പക്ഷേ ജസീന്തയെ സംസ്കരിക്കാൻ പള്ളിയിൽ കൊണ്ടുവന്നപ്പോൾ പള്ളിമണികൾ താനെ മുഴങ്ങിയെന്നാണ് പറയുന്നത്. ഇതൊക്കെ എത്ര വലിയ അടയാളങ്ങളാണ്! ഇത്രയ്ക്കും കൃത്യമായി അമ്മ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട് തന്ന അടയാളങ്ങളും തന്ന സന്ദേശങ്ങളും നമ്മൾ പിന്തുടരണ്ടേ? അമ്മ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലാക്കണ്ടേ? പരിശുദ്ധ അമ്മ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്ക്, കരഞ്ഞ് പ്രാർത്ഥിക്ക്, നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്ത്. ഓരോ പ്രാർത്ഥനകളും ചൊല്ലാനും പരിശുദ്ധ കുർബാനയിൽ വരാനൊക്കെ അമ്മ പറയുമെങ്കിലും അവസാനത്തിൽ അക്കിത്തായിലും മറ്റ് പ്രത്യക്ഷീകരണങ്ങളിൽ അമ്മ പറയുന്നത് എല്ലാത്തിലും പ്രധാനം നിങ്ങൾ നല്ലവരായിരിക്കുക, സ്നേഹത്തിൻ്റെ വചനം പാലിക്കുകയെന്ന്. പ്രിയ സഹോദരങ്ങളെ, അമ്മയുടെ ബർത്ത്ഡേ വരുമ്പോൾ നമുക്ക് അമ്മയെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അമ്മ ഈ പ്രത്യക്ഷീകരണങ്ങളിലൂടെ വന്ന് പറഞ്ഞത് പ്രാവർത്തികമാക്കുക എന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 1-2 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അമ്മയ്ക്കിഷ്ടാവും. ആദ്യമേ അമ്മ പറഞ്ഞത് നിങ്ങൾ നല്ലവരായിരിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, നിങ്ങളെ കണ്ടുമുട്ടുന്നവരെയൊക്കെ സ്നേഹിക്കുക. അത് ആദ്യം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം. പിന്നീട് പരിശുദ്ധ കുർബാന ഓടിയണയണം. പരിശുദ്ധ കുർബാനയിൽ ഏറ്റവും വലിയ പാപമോചന പരിഹാര ബലിയാണത്. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇടയ്ക്കിടെ പോയി പാപമോചനത്തിനായി പ്രാർത്ഥിക്കണം. ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് സഹനങ്ങൾ ഏറ്റെടുക്കണം. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പരിശുദ്ധ അമ്മ ആകാശത്ത് കാണിച്ച സൂര്യൻ്റെ നൃത്തം ഇടയ്ക്കിടെ ഒന്ന് ആകാശം നോക്കുമ്പോൾ ധ്യാനിക്കാം. ഈ സൂര്യൻ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ എന്തായിരിക്കും സ്ഥിതി? നമ്മുടെ പ്രത്യക്ഷീകരണത്തിലെ കുട്ടികൾ ഫ്രാൻസിസ്കോ 10ാമത്തെ വയസ്സിലും ജസീന്ത 9ാമത്തെ വയസ്സിലും മരിച്ചു. സിസ്റ്റർ ലൂസി എന്ന് പറയുന്ന കുട്ടിയാണ് പിന്നീട് സിസ്റ്ററായത്. അവർ മരിച്ചത് ഈ അടുത്താണ്, 2005 ഫെബ്രുവരി 13. എല്ലാ 13-ാം തീയതിയുമാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അതുകൊണ്ട് അവസാനത്തെ ആൾ മരിച്ചത് 13-ാം തീയതിയാണ്. 97 വയസ്സുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ വിശുദ്ധരായ ഫ്രാൻസിസും ജസീന്തയും പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒന്ന് പ്രാവർത്തികമാക്കാൻ ഇന്നു മുതൽ ഒന്നുകൂടെ ശക്തമായിട്ട് ശ്രമിക്കാം. ആദ്യം അമ്മ പറഞ്ഞ കാര്യം എല്ലാ പ്രത്യക്ഷീകരണങ്ങളിലും നമ്മൾ നല്ലവരായിരിക്കാനാണ്. ദൈവത്തെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക, കൽപ്പനകൾ പാലിക്കുക. പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധ അമ്മ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് ഓർത്തെടുത്ത് നമുക്ക് ജീവിതത്തെ ക്രമീകരിക്കാം. അപ്പോൾ 6-ാമൻ മാർപ്പാപ്പ പറഞ്ഞതുപോലെ സാത്താൻ്റെ പുകപടലം ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ഏതോ ഒരു വിള്ളൽ വഴി കടന്നു. അതുകൊണ്ടാണ് ഇന്ന് ശരീരത്തിൽ വസ്ത്രമിടാൻ മനുഷ്യർക്ക് തോന്നാത്തത്. വസ്ത്രമിടാതെ നടക്കുന്നതാണ് അഭിമാനം എന്ന രീതിയിലാണ് ഇന്നത്തെ തലമുറ എത്തിയിരിക്കുന്നത്. വസ്ത്രമുണ്ടാകാൻ പാടില്ല ശരീരത്തിൽ, അപ്പോഴാണ് പ്രത്യേകതയുള്ളത്. പൊതുജനത്തിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ശരീരത്തിൽ വസ്ത്രമില്ലാതെ നടക്കുന്നതാണ് അഭിമാനം എന്ന്
തോന്നിപ്പിക്കത്തക്ക വിധം സാത്താൻ അവരുടെ ഹൃദയത്തിൻ്റെ ഏതോ വിള്ളലിൽ കൂടെ കടന്നു കഴിഞ്ഞു. ആണും തമ്മിൽ, പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുക, അതാണ് വലിയ കാര്യം എന്ന നിലയിലേക്ക് സാത്താൻ മനുഷ്യനെ എത്തിച്ചു കഴിഞ്ഞു. ജഡികമായ പാപങ്ങൾ, ഭർത്താവായിരിക്കെ തന്നെ വേറെ സ്ത്രീയിലെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക, അത് അഭിമാനമാണെന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. പറയുന്നതിനെല്ലാം എതിർത്ത് സംസാരിക്കുന്നതാണ്, എതിർത്ത് പ്രവർത്തിക്കുന്നതാണ് എല്ലാവരുടെ മുമ്പിലും ഷൈൻ ചെയ്യാനുള്ള ഒരു ഉപാധി എന്നാണ് ഇന്ന് സാത്താൻ മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ വിള്ളലിൽ കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. നമുക്ക് ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാം. കേട്ടവർ, മനസ്സിലാക്കുന്നവർ, ഇത് സത്യമാണെന്ന് തിരിച്ചറിയുന്നവർ, ലോകത്തെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ളവർ. നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് ലോകം രക്ഷപ്പെടുമോ എന്ന് ചോദിക്കേണ്ട. അമ്മ പറഞ്ഞിട്ടുണ്ട്, കുറച്ചാളുകൾ മതി പിതാവിൻ്റെ ഈ പിതാവ് കൊടുക്കുന്ന ഈ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഇനി നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലോ, തിരിച്ചറിഞ്ഞ നമ്മൾ എന്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ല എന്നൊരു ചോദ്യം വിധി ദിവസം നമ്മുടെ തലയ്ക്ക് മേലുണ്ടാകും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഫാത്തിമായിലെ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സൂര്യൻ്റെ നൃത്തം നമുക്കെപ്പോഴും ഓർക്കാം. സാത്താൻ്റെ പുകപടലം ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് എങ്ങനെയോ കയറിയെന്ന് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാം. നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ സാത്താൻ കയറാതിരിക്കാൻ ശ്രദ്ധിക്കാം. വിശുദ്ധ മിഖായേലിനെ എപ്പോഴും വിളിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.